കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു നടൻ സിദ്ധാർത്ഥന് സംഭവിച്ച ഒരു അബദ്ധം. നടൻ സിദ്ധാർത്ഥിനെ റോഡിൽ വെച്ച് ആളുകൾ കയ്യേറ്റം ചെയ്യുകയും അദ്ദേഹം ലഹരിക്കടിമയാണെന്ന് പോലും വാർത്തയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത്. 2021 നടന്ന ഒരു ലഹരി മാഫിയയും ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാർത്ത കൂടുതലും പ്രേക്ഷകർ നോക്കുന്നത്. ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ സിദ്ധാർത്ഥിന് ഇതുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിന് മറുപടിയായി സിദ്ധാർത്ഥ് നൽകിയത് ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകില്ല എന്ന് തന്നെയായിരുന്നു. ശരിക്കും നിങ്ങൾ പിടിക്കേണ്ടത് ഇങ്ങനെ ഉപയോഗിക്കുന്നവരെയല്ല, മറിച്ച് ഇതിവിടെ എത്തിക്കുന്ന ഡീലർമാരെയാണ്. അത് കൊമ്പന്മാരായതുകൊണ്ടാണോ ഇങ്ങനെ പാവപ്പെട്ടവരെ പിടിക്കുന്നത്? ഇതിവരുടെ കയ്യിൽ കൊണ്ട് എത്തിച്ച് ഇവരെ മയക്കുമരുന്നിന് അടിമയാക്കുന്നവരാണ്. അത്തരത്തിലുള്ളവരെയൊക്കെ സൂക്ഷിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ വിവാദ പാർട്ടിക്ക് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ പുറകെ പോകില്ല, നന്നായിക്കോളാം എന്ന് വാക്കു തന്നവരാണ് സിദ്ധാർത്ഥ് എന്നാണ് ഈ ഇൻഫ്ലുവൻസറായ അന്ന ജോൺസൺ പ്രതികരണവുമായി എത്തുന്നത്. കോട്ടയത്ത് നടൻ സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ കാറിടിച്ച് ഒരാളെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളും വിമർശനങ്ങളും പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. നടൻ ജിഷിൻ അടക്കമുള്ള പലരും സിദ്ധാർത്ഥിനെ പിന്തുണച്ചുകൊണ്ടാണ് എത്തുന്നത്. എന്നാൽ പലരും സിദ്ധാർത്ഥിനെതിരെയായിരുന്നു തിരിഞ്ഞത്. നല്ലൊരു ഭാവിയുള്ള പയ്യനായിരുന്നു, വെറുതെ ഇത്തരത്തിൽ പ്രതികരണം ചെയ്യുകയും ഇത്തരത്തിലൊക്കെ സംഭവിക്കുകയും ചെയ്തതോടെ ഭാവിയാണ് നശിച്ചത്. വളരെയധികം ഇഷ്ടമായിരുന്നു. ഇനി മകൻ്റെ സീരിയൽ ഞങ്ങൾ കാണില്ല. ഉപ്പും മുളകിലേക്ക് സിദ്ധാർത്ഥ് തിരികെ വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു. നിഷയും ബിജുവും ഒക്കെ പോയതിനു ശേഷം ഉപ്പുമുളകിനൊരു രസമില്ലായിരുന്നു. എന്നാൽ സിദ്ധാർത്ഥ് വന്നതിലൂടെ അത് തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങളെല്ലാവരും കരുതിയതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ഇങ്ങനെ കിടക്കുന്നു. എന്താണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പലരും ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ പറയുന്നുണ്ട്. 2021 ചില മോഡലുകൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് തന്നെ ലഹരി മാഫിയ ഉണ്ട് എന്ന് പലതരത്തിൽ വാർത്തയും ഉണ്ടായിരുന്നു. പാലാരിവട്ടത്ത് മുൻ മിസ് കേരള അടക്കമുള്ള കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായിരുന്നു അന്ന് വാർത്ത. കേസിൽ DJ പാർട്ടി നടന്ന നമ്പർ 18 ഹോട്ടലിലെ ഹാൻഡ് ഡിസ്ക് അതുപോലെ തന്നെ കണ്ടുപിടിക്കുകയും സംസാരിക്കുകയും അതിൻ്റെ വാർത്തയൊക്കെ തന്നെ ഇന്നും പ്രേക്ഷകർക്ക് ഓർമ്മയുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇപ്പോഴും സിദ്ധാർത്ഥിനെ കുറിച്ച് ആലോചിക്കുന്നത്. അന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥ് മാറ്റണമായിരുന്നു. ഇപ്പോൾ ഉപ്പുമുളകിലൊക്കെ കയറി വീണ്ടും ഇൻഡസ്ട്രിയിൽ കയറിപ്പറ്റാൻ ഒരു അവസരമായിരുന്നു ഇത്. എന്നാൽ അത് തകർത്ത് കളഞ്ഞത് സിദ്ധാർത്ഥ് തന്നെയാണ് എന്നാണ് എടുത്തു പറയുന്നത്. ഇനി ഏതെങ്കിലും സീരിയലുകാർ ഇതിനെ വിളിക്കുന്നതിന് മുമ്പ് ആലോചിക്കും. ഇനി 100 വട്ടം ഇത്തരത്തിൽ വിമർശനങ്ങൾ വരുമോ എന്നവർ ചിന്തിക്കും. എന്നിട്ട് മാത്രമേ ഇനി ആളെ എടുക്കൂ. എന്തിനായിരുന്നു ഇങ്ങനൊരു ബ്ലാക്ക് മാർക്ക്? കരിയറിൽ നല്ല രീതിയിൽ പോകാമായിരുന്നില്ലേ? എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എല്ലായിടത്തും ഉയർന്നു വരുന്നത് എന്ന് പറയാം. ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ മറുപടി നൽകുന്നില്ല. സിദ്ധാർത്ഥ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടേ എത്തിയിട്ടില്ല. പ്രതികരിച്ചെത്തും വരെ എല്ലാവരും വിശദീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഇതിൽ പ്രത്യേക വിശദീകരണമൊന്നുമില്ല. പോലീസ് കേസെടുക്കുകയും ഇതിന് ശേഷം തന്നെ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച് മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്നതും തെറ്റു തന്നെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.